ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് രാഷ്ട്രപതി നിലയം കാണാൻ പോവുക. നമ്മുടെ ബൊലാറത്തുള്ള രാഷ്ട്രപതി നിലയം. ഇതാ നമ്മുടെ രാഷ്ട്രപതി നിലയം. നമുക്കിവിടെ മൊത്തം ഇതൊരു 90 ഏക്കറുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് പോകാം. ഉള്ളിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്. പാർക്കിംഗ് ഏരിയ നമുക്ക് വണ്ടി വെച്ചിട്ട് ഉള്ളിൽ പോകാം. പാർക്കിംഗ് ഇഷ്ടം പോലെ സ്ഥലമാണ്. എല്ലാം വലിയ വണ്ടി, കാർ എല്ലാം വെക്കാൻ ഇഷ്ടംപോലെ വലിയ പാർക്കിംഗ് ഏരിയ. അപ്പം നമ്മുടെ വണ്ടി ഇവിടെ വെച്ചിട്ട് നമുക്ക് ഉള്ളിലോട്ട് പോകാം. ഇവിടെ ക്ലോക്ക് റൂമൊക്കെ ഉണ്ട്, നിങ്ങളുടെ സാധനങ്ങളൊക്കെ വെക്കാൻ. സാധാരണഗതിയിൽ നമുക്ക് ഇവിടെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. പക്ഷേ ഇപ്പം എൻട്രി ഫ്രീയാണ്. ഉദ്യാന ഉത്സവം നടക്കുന്നുണ്ട്. ഇപ്പം ജാൻ 13, 2025 വരെ നമുക്ക് എൻട്രി ഫ്രീയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു രജിസ്ട്രേഷൻ കൗണ്ടറുണ്ട്. ഡയറക്റ്റ് വന്നാൽ നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ട് ഉള്ളിൽ പോകാം. പക്ഷേ ഞാൻ ഓൾറെഡി ഓൺലൈനിൽ എടുത്തായിരുന്നു. എനിക്കതിൻ്റെ ബാർകോഡ് എൻ്റെ ഫോണിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഇത് കാണിക്കുക. നേരിട്ട് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ എൻട്രി പാസ് കിട്ടും. നമ്മുടെ രജിസ്ട്രേഷൻ അവിടെ കുറച്ചുകൂടി നടന്നു വരുമ്പോൾ നമുക്ക് ഇവിടെ എൻട്രി ഉണ്ട്. ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു ബാർകോഡ് കിട്ടും. ആ ബാർകോഡ് സ്കാൻ ചെയ്തിട്ട് വേണം ഉള്ളിലോട്ട് പോകാൻ. അപ്പോൾ നമ്മുടെ ബാർകോഡ് നമ്മുടെ ബോഡിയൊക്കെ സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഉള്ളിലോട്ട് പ്രവേശനം ആയി. ഇനി ഇവിടെ ഒരു മാപ്പ് നോക്കിയിട്ട് വേണം നമുക്ക് നടക്കാൻ. കയറി വരുമ്പോൾ നമുക്കൊരു മെഡിക്കൽ റൂം കാണാം. സീനിയർ സിറ്റിസൺ ഇവിടെ ഒരു ബഗ്ഗിയുടെ ഇതുണ്ട്, അവൈലബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ബഗ്ഗി ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് അതേ കറങ്ങാൻ പറ്റും. ഇത് നടക്കാൻ തുടങ്ങി. നടക്കും. നമ്മൾ കുറച്ച് മുമ്പിലോട്ട് നടന്ന് വരുമ്പോൾ നമുക്കിവിടെ ഒരു ചെറിയൊരു ഗാർഡൻ കാണാം. അപ്പോൾ ഗാർഡൻ്റെ തൊട്ട് പുറകിൽ തന്നെ നോളജ് ഗാലറി എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പോകാം. അപ്പോൾ നേരെ നോക്കുമ്പോൾ നമ്മുടെ പ്രസിഡൻ്റ് വാക്സ് സ്റ്റാച്ചു കാണുന്നുണ്ട്. ഫോണിൽ കൂടെ അത്ര ക്ലാരിറ്റി ആയിട്ട് കാണുന്നില്ലായിരിക്കും, പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ട്. ഈ നോളജ് ഗാലറി നമ്മുടെ ശ്രീ ദ്രൗപദി മുർമുജിയാണ് നമുക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഉള്ളിൽ പോകുമ്പോൾ നമുക്ക് ആദ്യം കാണുന്ന ഒരു മെർസിഡീസ് കാറാണ്. ഇത് നമ്മുടെ രാഷ്ട്രപതിയുടെ കാറാണ്. ഈ കാറ് 2014 വരെ ഈ കാർ ഉപയോഗിച്ചുള്ളൂ. ലാസ്റ്റ് നമ്മുടെ ശ്രീ പ്രണബ് മുഖർജിയായി വണ്ടി ഉപയോഗിച്ചത്. അത് കഴിഞ്ഞ് വണ്ടിക്ക് റിട്ടയർമെൻറ്റ് കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ നമ്മുടെ ഗാലറിയിൽ വെച്ചേക്കുക. തൊട്ടകത്ത് ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിനുള്ളിൽ കയറുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ രാഷ്ട്രപതിയുടെ ഫോട്ടോ ഉണ്ട്. അത് കഴിഞ്ഞ് തൊട്ടൻ്റെ അടുത്ത് നമ്മുടെ രാഷ്ട്രപതി നിലയത്തിൻ്റെ ചെറിയൊരു മിനിയേച്ചർ ഇവിടെ നമുക്ക് കാണാം. പിന്നെ രാഷ്ട്രപതി ഭവൻ്റെ കുറേ ഫോട്ടോഗ്രാഫ്സും പിന്നെ കുറേ ഡീറ്റെയിൽസൊക്കെ കാണാം. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത റൂമിൽ വരുമ്പോൾ നമ്മുടെ മഹാത്മാഗാന്ധി പിന്നെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ എല്ലാ മഹാനേതാക്കന്മാരുടെ കുറേ ഫോട്ടോസ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് രാഷ്ട്രപതിയുടെ സ്റ്റാച്ചു കാണാം. അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട്. തൊട്ടപ്പുറത്തെ റൂമിൽ നമ്മുടെ എല്ലാ പ്രസിഡന്റുമാരുടെ ഫോട്ടോ ഉണ്ട്.
രാഷ്ട്രപതി കൊടുക്കുന്ന ഓരോ അവാർഡിൻ്റെ ഫോട്ടോസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുമ്പ് വരുമ്പോൾ നമുക്ക് രാഷ്ട്രപതിക്ക് കിട്ടിയ ഓരോ പുരസ്കാരങ്ങൾ ഇവിടെ ഉണ്ട്. അതേപോലെ ഇന്ത്യയിൽ നിന്ന് കിട്ടിയതും ഇൻ്റർനാഷണലിൽ കിട്ടിയ എല്ലാ പുരസ്കാരങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിൽ പോകുമ്പോൾ പഴയ കുറേ ഫോട്ടോസും പിന്നെ പണ്ട് രാഷ്ട്രപതിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച കുറേ പാത്രങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതിന് തൊട്ടപ്പുറത്ത് പഴയ ഒരു പ്രൊജക്ടറുണ്ട്. ആ പ്രൊജക്ടർ റൂമിൽ തന്നെ നമുക്ക് പഴയ കുറേ ഫോട്ടോസ് ഉണ്ട്. സർദാർ വല്ലഭായ് പട്ടേലും പിന്നെ നിസാമിൻ്റെ ഒക്കെ കുറേ ഫോട്ടോസ് നമുക്കിവിടെ കാണാനുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ മുമ്പിലോട്ട് നടന്നു പോകുമ്പോഴായിരിക്കും നമുക്ക് മെയിൻ ബിൽഡിംഗ് വരുന്നത്. മെയിൻ രാഷ്ട്രപതി വന്നു കഴിഞ്ഞാൽ താമസിക്കുന്ന മെയിൻ ബിൽഡിംഗ് ആയത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രവേശനമുണ്ട്, പക്ഷേ 4 മണി വരെ ഉള്ളൂ. ഉള്ളിൽ പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് സാധാരണ നമുക്ക് എല്ലാവർക്കും ഉള്ളിലോട്ട് പ്രവേശനമുണ്ട്. അത് 4 മണി വരെ ഇപ്പം അളവുള്ളൂ. ഇത് മെയിൻ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡാണ്. ഇപ്പം ഇവിടെ കൾച്ചറൽ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ഇതാണ് ഹൈദരാബാദിൽ ആദ്യത്തെ ഇന്ത്യൻ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്ത സ്ഥലം. ഇത് നമ്മുടെ 47-ലല്ല ചെയ്തത്, 48-ലാണ് ചെയ്തത്. ഇത് നിസാമിൻ്റെ അണ്ടറിലായിരുന്നല്ലോ, അപ്പോൾ അവരുടെ ഫ്ലാഗ് ആയിരുന്നു. അപ്പോൾ അവരുടെ ഫ്ലാഗ് ഇറക്കിയിട്ട് നമ്മുടെ ഫ്ലാഗ് പൊക്കിയ സമയത്ത് ഇവിടുത്തെ മുഖ്യമന്ത്രിയായിട്ട് നമ്മുടെ MK വെല്ലോടി കോട്ടക്കൽ സ്വദേശിയായിരുന്നു. അദ്ദേഹമായിരുന്നു ഇവിടുത്തെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞയും ഈ കൊടിമരത്തിനെ ചോട്ടിലാണ് ചെയ്തത്. അപ്പോൾ വലിയൊരു ഹിസ്റ്ററി നിറഞ്ഞ ഒരു കൊടിമരം ഇത് പുതിയൊരു കൊടിമരമാണ്. പഴയ കൊടിമരത്തിന് കുറച്ചൊക്കെ ഭാഗങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ ഫോട്ടോഗ്രാഫ്സും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഫ്ലാഗ് പോസ്റ്റിന് തൊട്ടടുത്ത് തന്നെ മേസ് ഗാർഡൻ ഉണ്ട്. ഇത് നമ്മുടെ രാഷ്ട്രപതി മുർമുജി തന്നെ ഉദ്ഘാടനം ചെയ്തത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട്. അപ്പോൾ പിള്ളേർക്ക് കളിക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട് ഇവിടെ. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി എല്ലാ അട്രാക്ഷനുകളും നമുക്ക് കാണാൻ പോകാം. നമ്മുടെ സ്റ്റെപ്പ് വെല്ലും റോക്ക് ഗാർഡൻ അതൊക്കെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷനാണ്. അപ്പോൾ എല്ലാം കാണണം. പക്ഷേ കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നടക്കാം. ഇനിയും നമ്മുടെ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് ഇവിടുത്തെ മാവും തോട്ടം. അപ്പോൾ ഇവിടുന്ന് പഴുത്ത മാങ്ങയൊക്കെ സീസൺ ആകുമ്പോൾ രാഷ്ട്രപതിക്ക് ഇവിടുന്ന് പാർസൽ ചെയ്യുമെന്ന് നമ്മളിങ്ങനെ പണ്ട് വായിച്ച് അറിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ ഈ തോട്ടം കാണുന്നത്. ഇനി നമുക്ക് സ്റ്റെപ്പ് വെല്ലോട്ട് നടക്കാം. കുറേ നടക്കാനുണ്ട്. തോട്ടത്തിലൊക്കെ ഇഷ്ടംപോലെ മയിലുണ്ട്. കുറേ മയിൽ കാണാം. നമുക്ക് ക്യാമറയിൽ അത്രയായിട്ട് കാണാൻ പറ്റുന്നില്ല. കുറേ നടക്കാനുണ്ട്. നടന്ന് ക്ഷീണിച്ചു. വേണ്ട തണുപ്പുണ്ടല്ലേ ശരി. ഞാൻ ആദ്യം പറഞ്ഞാറില്ല ഇവിടെ ബഗ്ഗിയുണ്ട്, ബഗ്ഗി സർവീസ് ഉണ്ട്. അപ്പോൾ അവർ ഓരോ പോയിന്റ് കൊണ്ട് നമ്മളെ കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അവർ. പക്ഷേ ആ സീനിയർ സിറ്റിസനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫൈനലി നമ്മുടെ സ്റ്റെപ്പ് വെല്ലെത്തി. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് വെൽ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഫങ്ഷനുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ മേളിൽ നിന്ന് 2 കാളകളെ കെട്ടി താഴോട്ട് വലിച്ചാൽ ഇവർ വെള്ളം മേലോട്ട് കോരുന്നത്. അതതിൻ്റെ സിസ്റ്റം ഇവർ ചെയ്തിരിക്കുന്നത്. പുറകെ അപ്പം ചെയിനുണ്ട്. ചെയിൻ വെച്ച് വെള്ളം മേലോട്ട് വരും. അപ്പോൾ നമുക്ക് ബാക്ക് സൈഡിലോട്ട് പോയി നോക്കാം. ബാക്ക് സൈഡിൽ നമുക്കിവിടെ ക്ലോസാണ്. അങ്ങോട്ട് ബാക്ക് സൈഡിലോട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അവർ ബാരിക്കേഷൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഷോട്ട് എടുക്കാം. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൽ അതിൻ്റെ മെക്കാനിസമിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കയറി നോക്കാം. ഈ വെല്ല് പിന്നെയും പുതുക്കി പണിഞ്ഞു. അപ്പോൾ പഴയ ഫോട്ടോസൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ വെല്ലിൻ്റെ ഒരു ചെറിയൊരു മിനിയേച്ചർ ഇവിടെ നമുക്കിവിടെ കാണാം.
പിന്നെ ഇത് ചിന്നബായുടെ ഫോട്ടോ. ഇതാണ് നമ്മുടെ എൻട്രൻസ് മെയിൻ രാഷ്ട്രപതി നിലയത്തിൻ്റെ മെയിൻ ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റിലുള്ളത്. പക്ഷേ ഇപ്പോൾ അവിടെ എല്ലാം കെട്ടി വെച്ചേക്കുക, ഈ ഉത്സവം നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ചിന്നബായി കാണാൻ പറ്റത്തില്ല. ചെറിയ പണ്ടത്തെ ഒരു മാപ്പ് കാണാം, നമ്മുടെ ഹൈദരാബാദ് സെക്കൻഡറിലെ പഴയ മാപ്പാണ്. അപ്പോൾ പഴയ സ്ഥലങ്ങളൊക്കെ ഇപ്പോഴത്തെ സ്ഥലങ്ങളൊക്കെ ഞാൻ പേര് നോക്കുമായിരുന്നു, വല്ല വ്യത്യാസം എന്ന്. ഇത് നമ്മുടെ ഹുസൈൻ സാഗർ ലേക്കുണ്ട്. അപ്പോൾ സ്ഥലപ്പേരുകൾ പഴയതുപോലെ തന്നെയുണ്ട്, വലിയ വ്യത്യാസമൊന്നുമില്ല. എല്ലാം പഴയ പേരുകൾ എപ്പോഴും ഉള്ളത്. പിന്നെ നമ്മുടെ ഈ രാഷ്ട്രപതി നിലയത്തിൻ്റെ പഴയ ഒരു സർക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട്, ആ റിങ് വെച്ച്. ഇത് പണ്ട് ബൊലാറം റെസിഡൻസ് എന്നാണ് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കോട്ടിയൽ റെസിഡൻസിയായി. അത് കഴിഞ്ഞ് നിസാമിന് ഹാൻഡ് ഓവറായി. പിന്നെ നിസാമിൻ്റെ കയ്യിൽ നിന്ന് രാഷ്ട്രപതിക്ക് പോയി. അപ്പോൾ അതിൻ്റെ ഒരു സർക്കിൾ ഇവിടെ നമുക്ക് ക്ലിയറായിട്ട് കാണാം. നക്ഷത്ര വെല്ലും പിന്നെ ജയ്ഹിന്ദ് വെല്ലിൻ്റെ ഫോട്ടോസ് ഇവിടെ നമുക്ക് കാണാം. രണ്ട് കാളകളെ കണ്ടു, നമ്മുടെ വെള്ളം കോരുന്ന കാളകളെ ഇവിടെ അയച്ച് കെട്ടിയേക്കും അവർ. പുറത്തിറങ്ങി വരുമ്പോൾ നമ്മുടെ സ്റ്റെപ്പ് വെല്ലിൻ്റെ മുൻവശം ഇങ്ങനെ എടുക്കാൻ ട്രൈ ചെയ്ത് നോക്കാം, ചെറുതായിട്ട് ഫുട്ടേജ് കിട്ടും. അത് നമുക്കിനിയും അടുത്ത നമ്മുടെ റോക്ക് ഗാർഡനിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടക്കുമ്പോൾ എത്തേണ്ട ഇവിടെ ഒരു നല്ലൊരു ചെടി കണ്ടു, നമ്മുടെ റംബൂട്ടാൻ പോലെ ഉണ്ട്. പക്ഷേ റംബൂട്ടാൻ അല്ല ഇത്. നമ്മൾ വീണ്ടും നടക്കാൻ തുടങ്ങി. ഓരോ ഫാം ഇഷ്ടംപോലെ കൃഷിയിടങ്ങൾ ഇവിടെ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ റോക്ക് ഗാർഡനിൽ എത്തി. പിന്നെ നമുക്ക് റോക്ക് ഗാർഡനിലോട്ട് പോകാം. റോക്ക് ഗാർഡനിൽ നമുക്ക് മാനിൻ്റെയും സിംഹത്തിൻ്റെയും ഒക്കെ ഒരു സ്റ്റാച്ചു കാണാം. പിന്നെ കുറച്ച് മുമ്പിൽ പോകുമ്പോൾ പാറപ്പുറത്ത് നമ്മുടെ ദക്ഷിണാമൂർത്തിയുടെയും പിന്നെ നന്ദികേശ്വരൻ്റെ വിഗ്രഹമൊക്കെ സ്കൾപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളച്ചാട്ടം കൂടെ കൊടുത്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് കാണാൻ രസമുണ്ട് ഇത്. അവിടെ കണ്ടു ഇഷ്ടംപോലെ. നടന്ന് ക്ഷീണിച്ചു, കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. ഇഷ്ടമുള്ള പോലെ മയിലും ഫാമിലിയായിട്ട് വരാൻ പറ്റിയ നല്ല സ്ഥലമല്ലേ, നല്ല ക്ലൈമറ്റ്. പഴയ ഡാക്ടർ വിസ്മരിക്കാൻ സ്ഥലം. നക്ഷത്ര ഗാർഡനും പിന്നെ അമ്പലവും. പട്ടി അങ്ങനെ നടന്ന് നക്ഷത്ര ഗാർഡനിലെത്തി. ഇവിടെ 27 നക്ഷത്രങ്ങൾ ചെടികളുണ്ട്. അപ്പോൾ നമുക്കത് കാണാം. ഉള്ളി വരുമ്പോൾ ഇതാണ് നക്ഷത്ര വാട്ടിക. ഇത് നമ്മുടെ ശ്രീ പ്രണവ് മുഖർജി ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത്. തൊട്ടടുത്തൊരു അമ്പലമുണ്ട്, അതുകൂടെ നമുക്ക് കാണാം. അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റിലാണ് നമുക്ക് കിണറുള്ളത്. ഇതാണ് നക്ഷത്ര കിണർ, അതോടെ ഒന്ന് കാണിക്കാം നിങ്ങൾക്ക്. ഇനി നമുക്ക് നക്ഷത്ര ഗാർഡൻ കാണാം. എല്ലാം കാണിക്കുന്നില്ല, സമയം ഒത്തിരി പോകും. ഇനി നമുക്ക് മെയിനായിട്ടുള്ള ചെടികൾ കാണിക്കാം. ഇത് മഹാദേവൻ്റെ ചെടിയാണ്, ബിൽപത്ര, നമ്മുടെ കുവളച്ചെടിയായത്.
ഈ റൗണ്ടിലുള്ള എല്ലാ നക്ഷത്രത്തിൻ്റെയും സ്ക്വയറായിട്ടുള്ള എല്ലാം ഗ്രഹങ്ങളുടെയും അടയാളങ്ങളൊക്കെയാണ് ഇത്. ഇത് നമ്മുടെ ബ്രഹ്മദേവൻ്റെ മരം ആലില. ഇത് മഹാവിഷ്ണുയുടെ മരം. സിമ്പിളുണ്ട് കോമൺ ബനാന. മഹാവിഷ്ണുയുടെ നമുക്കിനി ഒരു കിച്ചൺ ടണലൂടെ കാണാനുണ്ട്, പക്ഷേ സമയം കഴിഞ്ഞു. അതെനിക്ക് ഏറ്റവും അറിയത്തില്ല, പോയി നോക്കാം എന്തായാലും. പിന്നെ ഇവിടെ കൾച്ചർ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക, അപ്പോൾ അവർ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞ് എല്ലാവരും. അങ്ങോട്ട് എന്തായാലും പോകാം, പോയി നോക്കാം. ആർട്ടിസ്റ്റുകളെല്ലാം സ്റ്റേജിലോട്ട് പോവാം പെർഫോമൻസിന് വേണ്ടി. ഈ കെട്ടിടം കാണുന്ന പണ്ട് കിച്ചനായിരുന്നു. രാഷ്ട്രപതിക്ക് ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് ഒരു ടണലുണ്ട്. ആ ടണൽ നേരെ രാഷ്ട്രപതിയുടെ ഡൈനിങ് റൂമിലോട്ട് പോകും. ഈ ടണൽ ആദ്യം ഉപയോഗശൂന്യമായിട്ട് കിടക്കുമായിരുന്നു. പിന്നെ ഇവർ റെനോവേറ്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തിട്ട് ചെറിയാൽ ആർട്സായിട്ട് ചെറിയാൽ പെയിൻറ്റിങ് വന്ന് നല്ലപോലെ ഒരു ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചെറിയാൽ ആർട്ട് ഇവിടുത്തെ ലോക്കൽ ട്രഡീഷണൽ പെയിൻറ്റിങ്ങാണ്. അപ്പം ആ ഒരു ആർട്ടിനെ അവരിവിടെ യൂസ് ചെയ്തു. അപ്പോൾ ഇതാ കിച്ചനാണ്. അപ്പോൾ കിച്ചണിൽ താഴോട്ട് ഇറങ്ങണം നമ്മൾ. നമുക്കിവിടെ പഴയ ടണലിൻ്റെ ഫോട്ടോയും ഇവിടെ കാണാനുണ്ട്. നമുക്ക് താഴോട്ട് പോകാം. താഴോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെറിയ പെയിൻറ്റിങ്സും കാണാം. പിന്നെ നമ്മുടെ രാഷ്ട്രപതി ഓപ്പൺ ചെയ്ത ഫോട്ടോ ഡേറ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ പഴയ ഫോട്ടോ ഉണ്ട് ഇവിടുത്തെ പഴയ ടണലിൻ്റെ. ഓരോ പെയിൻറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസും പിന്നെ നല്ല മനോഹരമായിട്ട് ഇവരത് വരച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. നമുക്കത് കണ്ടുകൊണ്ട് മുമ്പിലോട്ട് നീങ്ങാം. ഈ ടണലിൽ കൂടി പോകുമ്പോൾ നമുക്ക് പണ്ട് ഈ നിസാമിൻ്റെ കാലത്തും പിന്നെ ഗോൽക്കൊണ്ട കോട്ടയിലൊക്കെ ടണൽസൊക്കെ ഉണ്ട്, നമ്മളിങ്ങനെ വായിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൺസ്ട്രക്ഷൻ രീതി ഇവിടെ അവർ ഉപയോഗിച്ചെന്ന് തോന്നുന്നു. എന്തായാലും ഇത് നമ്മൾ കണ്ട് നല്ല രസമായിട്ടുണ്ട്. ഇതൊരു മെയിൻ അട്രാക്ഷനാണ് നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി നിലയത്തിൽ. അപ്പോൾ നിങ്ങൾ വന്നാൽ ഇത് മിസ് ആകാൻ പാടില്ല. തീർച്ചയായിട്ടും ഈ ടണൽ നിങ്ങൾ കാണണം. കുറേ ഫോട്ടോസൊക്കെ എടുത്ത ശേഷം നമ്മൾ മുമ്പിലോട്ട് നീങ്ങുന്നു. ഇവിടെ ഇമ്പോർട്ടൻ്റ് ഓഫ് ഗേൾ ചൈൽഡ് എഡ്യൂക്കേഷൻ്റെ പറ്റിയൊരു പെയിൻറ്റിങ് നല്ലപോലെ ഉണ്ട് ഇവിടെ. അതുകൂടെ കണ്ട് നമ്മൾ മുമ്പിലൂടെ നീങ്ങുമ്പോൾ ഈ ടണൽ തീർന്നെടുത്ത് ഇതിൻ്റെ റിനോവേഷൻ്റെ ഫോട്ടോസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആർട്ടിസ്റ്റുകൾ പെയിൻറ്റ് ചെയ്യുന്നതൊക്കെ ഫോട്ടോസ് നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാം. അത് കഴിഞ്ഞ് നമ്മൾ പടി കയറി പോകുമ്പോൾ ഈ ഡോർ ഓപ്പൺ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ ഡൈനിങ് റൂം. അവിടെ ഇപ്പോൾ നമ്മൾ കയറ്റത്തില്ല, സമയം കഴിഞ്ഞല്ലോ. നമുക്കിനി സ്റ്റേജിൻ്റെ വശത്തോട്ട് പോകാം. അവിടെ കൾച്ചറൽ പ്രോഗ്രാം നടക്കുമല്ലേ, പോയി വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇവിടെ പരിപാടികളൊന്നും സ്റ്റാർട്ടായിട്ടില്ല, സമയം എടുക്കുമെന്ന് തോന്നുന്നു. അപ്പം നമുക്കൊന്ന് കറങ്ങി വരാം. അപ്പോൾ ഇവിടെ അപ്പുറത്ത് ആർട്ടിസ്റ്റുകൾ മീഡിയക്കാർക്ക് കുറച്ച് പോസ് കൊടുക്കുമായിരുന്നു. അപ്പോൾ നമുക്കും എൻ്റെ ഫോട്ടോ കിട്ടി. അത് കഴിഞ്ഞ് നമുക്കിനി ഇവിടെ ഒരു ലൈവ് കൗണ്ട് കാണാം, എത്ര പേര് വന്നിട്ടുണ്ട് എത്ര പേര് പോയിട്ടുണ്ടെന്നൊക്കെ ലൈവ് കൗണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു എക്സിബിഷൻ ഉണ്ട്, അപ്പോൾ എക്സിബിഷൻ കൂടെ കണ്ടിട്ട് നമുക്ക് വരാം. എക്സിബിഷനിലാകുമ്പോൾ കുറേ സോവിനർ ഷോപ്സും പിന്നെ ഹോർട്ടിക്കൾച്ചറും അഗ്രികൾച്ചറിൻ്റെ ഒക്കെ കുറേ സ്റ്റോൾസാണ് ഇവിടെ ഉള്ളത്.
നമ്മുടെ മെയിൻ ഗേറ്റിനടുത്ത് ഒരു രാഷ്ട്രപതി നിലയത്തിൻ്റെ ഒരു ഒഫീഷ്യൽ സ്റ്റോറുണ്ട്. അപ്പോൾ അവർ ഇവിടെ ഈ എക്സിബിഷനിൽ അവർ ചെറിയൊരു ഔട്ട്ലെറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സോവിനിയർ വല്ലതും വേണമെങ്കിൽ ഇവിടുന്ന് മേടിക്കാം. ഇനി അടുത്ത നമുക്ക് ഫുഡ് കോർട്ടിൽ പോയിട്ട് ഒരു ചായ കുടിച്ചിട്ട് പരിപാടി കാണാൻ പോകാം. ചായ കുടിച്ച് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ലൈറ്റെല്ലാം ഓൺ ചെയ്തു. അപ്പം രാഷ്ട്രപതി നിലയത്തിന് ഒന്നുകൂടെ സൗന്ദര്യം കൂടി. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ലൈറ്റെല്ലാം ഇട്ടപ്പം. तो चराए कृष्ण ने बीरा और राधा ने को धोया, राधा ने बच्चा बांधा वीर कृष्ण भिगाए लगाया है। भाई रे राधा ने तो माखन भाई न बीरा माखन बेच के കണ്ട ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ രാഷ്ട്രപതി നിലയം. വെളുപ്പിന് 10 മണി തൊട്ട് രാത്രി 7 മണി വരെ ഇവിടുത്തെ എൻട്രി ടൈം. പക്ഷേ നിങ്ങളൊരു ഉച്ചയ്ക്ക് 3 മണിക്ക് വന്നാൽ നിങ്ങൾക്ക് ആ മെയിൻ ബിൽഡിങ്ങും കാണാം. പിന്നെ ബാക്കിയുള്ള എല്ലാ അട്രാക്ഷനുകൾ കണ്ടിട്ട് ഇവിടുത്തെ പരിപാടിയൊക്കെ കാണാം. ഇപ്പം 13-ാം തീയതി വരെ ഇത് ഫ്രീയാണ്. അത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു 50 രൂപയുടെ എൻട്രി ടിക്കറ്റ് ഇവിടെ ഉണ്ട്. നമ്മൾ 4 മണിക്ക് കയറിയത്, ഇപ്പോൾ 6 പുറത്തിറങ്ങി. അപ്പോൾ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക. എന്നാലും ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ നിങ്ങൾക്ക് സന്ധ്യയ്ക്ക് വന്നാൽ പരിപാടികളൊക്കെ പ്രോഗ്രാംസൊക്കെ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.